ഇന്നലെ പൊതുദർശനത്തിന് എസ് ജാനകിയമ്മയുടെ മൃതദേഹം വെച്ചപ്പോൾ അത് കാണാൻ വേണ്ടി മലയാളികളായിട്ടുള്ള നിരവധി പേരും അവിടെ ചെന്നിട്ടുണ്ടായിരുന്നു. ഈ സംഗീത ലോകത്തെ പ്രമുഖരെല്ലാം അവിടെ ഉണ്ടായിരുന്നു. നമ്മുടെ സ്വന്തം KS ചിത്രയും സുജാത മോഹനും ഒക്കെ ഉണ്ടായിരുന്നു. അവരവിടെ ചെന്ന് പൊട്ടിക്കരയുന്ന കാഴ്ചയാണ് കണ്ടത്. KS ചിത്രയുടെയൊക്കെ കണ്ണ് നിറഞ്ഞൊഴുകുന്നത് കണ്ടിട്ട് നമ്മളെ തന്നെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. അത്ര വൈകാരികമായിട്ടുള്ള രംഗങ്ങളായിരുന്നു. സുജാത മോഹൻ ആണെങ്കിലും പൊട്ടിക്കരയുകയായിരുന്നു. ഗായിക സുജാത മോഹൻ പൊട്ടിക്കരഞ്ഞുകൊണ്ടുള്ള വീഡിയോയ്ക്ക് താഴെ വന്ന് കുറേ പേർ എഴുതി വെച്ചിരിക്കുന്ന കമന്റുകൾ. ഈ കമന്റുകൾ എന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെ മനസ്സിൽ വരുന്ന ആശയങ്ങളാണല്ലോ, ചിന്തകളാണല്ലോ. 1, 2, 3 പേരായിരുന്നു ഇത്തരം കമന്റുകൾ രേഖപ്പെടുത്തിയിരുന്നെങ്കിലും ഞാൻ അതിനെ അവഗണിച്ചേനെ. പക്ഷേ ഒരുപാട് ആളുകൾ ഇത്തരം കമന്റുകൾ ആവർത്തിച്ചത് കണ്ടപ്പോൾ ഇതിനെക്കുറിച്ച് കുറച്ച് സംസാരിക്കണമെന്ന് എനിക്ക് തോന്നി. അതായത് ഈ കമന്റുകൾ എന്ന് പറയുന്നത്, ഇത്രയും പ്രായമായില്ലേ, ആ മരണം സ്വാഭാവികമല്ലേ, പിന്നെ എന്തിനാണ് സങ്കടപ്പെടുന്നത് എന്ന ആശയത്തെ അടിസ്ഥാനമാക്കിയാണ്. എന്തിനാണ് പോയി വഴി കൂടെ പോണ വയ്യാവലിയായിരുന്നു വാങ്ങണത്? അയ്യോ, അതിപ്പോ പുതിയതൊന്നും അല്ലല്ലോ, ഇവന്റെ സ്ഥിരം പരിപാടിയല്ലേ. കുറെ ആളുകൾ അതിനോട് യോജിക്കുന്നുണ്ട്. ശരിയാണ്, 88ാമത്തെ വയസ്സിലല്ലേ അവർ മരണപ്പെട്ടത്, അവർക്ക് മരിക്കണ്ടേ എന്നാണ് ചോദിക്കുന്നത്. എസ് ജാനകിക്ക് മരിക്കണ്ടേ, എന്തിനാണ് നിങ്ങൾ പൊട്ടിക്കരയുന്നത്, ഇതൊക്കെ നാടകമാണ് എന്ന്. നീ ഇത്തരക്കാരനാണെന്ന് ഞാൻ വിചാരിച്ചിട്ടാ. ഒരിക്കലും നമുക്ക് മറക്കാനാകാത്ത രീതിയിലുള്ള സംഭാവനകൾ തന്നിട്ട് ഓരോരുത്തർ പോകുമ്പോൾ അവർ സ്വാഭാവികമായിട്ട് പ്രായമെത്തിയാണ് മരിക്കുന്നതെങ്കിൽ പോലും, വാർദ്ധക്യം എത്തിയാണ് അവർ മരിക്കുന്നതെങ്കിൽ പോലും, അല്ലെങ്കിൽ 100ാമത്തെ വയസ്സിലാണ് അവർ മരിക്കുന്നതെങ്കിൽ പോലും ആ വേർപാട് വലുത് തന്നെയാണ്. നിശ്ചലമായി കിടക്കുന്ന അവരുടെ മുഖം കാണുമ്പോൾ, അല്ലെങ്കിൽ കണ്ണ് തുറക്കാതെ നമ്മൾ വിളിക്കുന്ന വിളി കേൾക്കാതെ അവർ കിടക്കുന്ന സമയത്ത് നമുക്ക് എങ്ങനെ അടക്കി പിടിക്കാൻ പറ്റും നമ്മുടെ ദുഃഖം? ഒരാളുടെ വേർപാടിൽ നമുക്ക് ദുഃഖം ഉണ്ടാകുന്നില്ലെങ്കിൽ അത് നമ്മുടെ പ്രശ്നമായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ കഴിവായിരിക്കാം അത്. അങ്ങനെ ദുഃഖിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് നമ്മുടെ ഒരു ക്രെഡിറ്റ് ആയിട്ട് നിങ്ങൾ കൂട്ടിക്കോ. പക്ഷേ ഒരാൾ പൊട്ടിത്തകരുമ്പോൾ അത് നാടകീയതയാണ്, അത് വെറും അഭിനയമാണ് എന്ന് മോശമായി വിലയിരുത്താതിരിക്കുക.